സംതൃപ്തി കിട്ടിയാൽ പിന്നെ അറ്റോമിക് ഹാബിറ്റ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനുള്ള 4 ഫ്രെയിംവർക്കിലോട്ട് വരും. ഒരു കാര്യം ഓർമ്മ ആവുക, അത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക, അത് ചെയ്യാൻ ഈസി ആവുക, അത് ചെയ്താൽ സംതൃപ്തി ഉണ്ടാവുക. ഈ 4 ഫ്രെയിംവർക്കിലേക്ക് ഒരു ഹാബിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം സ്കില്ല് വരും, അതിലേക്ക് ആ ഫ്രെയിംവർക്കിലോട്ട് വരും. അപ്പോൾ നിരന്തരം ഓർമ്മ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിരന്തരം നമ്മൾ ചെയ്യും. മുന്നത്തെ തവണ നമുക്ക് കിട്ടിയ സംതൃപ്തിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. സംതൃപ്തിൻ്റെ അനുസരിച്ചിട്ട് അത് ഈസിയാണ് ഡിഫിക്കൽട്ട് ആണോ എന്ന് വല്ലാതെ ബോധർ ചെയ്യില്ല. ഈസി ആണെന്നുണ്ടെങ്കിലും ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് സംതൃപ്തി പിന്നെയും കിട്ടും. അങ്ങനെ ഓരോ ദിവസവും സംതൃപ്തിയിൽ അവസാനിക്കുമ്പോൾ നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കുറേ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ ഒരു ഹാബിറ്റായിട്ട് മാറും. അങ്ങനെ ഹാബിറ്റായിട്ട് മാറിയതിന് ശേഷം ഹാബിറ്റ് ആയത് ആക്ടിവിറ്റി ഓട്ടോമാറ്റിക് ആകുമ്പോൾ അതിലൊരു സ്കില്ല് ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യും. ഓക്കെ, നമ്മളൊരു ഫുട്ബോൾ കളിക്കാരനാണ്, അല്ലെങ്കിൽ നാട്ടുകാർ പറയും അവൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ്, അവൻ ഫുട്ബോൾ പ്ലെയർ ആണ് എന്ന് പറയും. അങ്ങനെ പറയുന്നിടത്താണ് നമ്മൾ ഐഡൻറ്റിറ്റി ബിൽഡ് ആവുന്നത്. നമ്മളൊരു ഒരു ഒരു എക്സ്പേർട്ടായി മാറിയാൽ നമ്മളെ ഹാപ്പിനെസ്സിനെ സെർവ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്കൊരു അതിനൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമില്ല, അതുകൊണ്ട് ലിവിങ് ആക്കാൻ കഴിയില്ല, സർവൈവ് ചെയ്യാൻ കഴിയില്ല. ഒരു മെത്തേഡ് മനസ്സിലായില്ല ഇങ്ങനെ ഒരു സ്കില്ല് ഡെവലപ്പായി എന്നുള്ളത്. ഏതൊരു സ്കില്ലായാലും ഈ ഫ്രെയിം വർക്കിലൂടെ പോയിട്ടാണ് അത് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് മനസ്സിലായിട്ട് നമുക്ക് വേണ്ട ഡിസൈർഡ് ആയിട്ടുള്ള സ്കില്ലിലേക്ക് ഈ ഫ്രെയിം വർക്ക് ഇട്ട് കൊടുത്താൽ ഡിസൈർഡ് ആയിട്ടുള്ള ആ സ്കില്ല് നമുക്ക് കിട്ടും. ഒരു ഹൈ ഇൻകം സ്കില്ല് നമുക്ക് ഓൺ ചെയ്യാൻ കഴിയും, അതുകൊണ്ട് സെർവ് ചെയ്യാൻ കഴിയും. സൊസൈറ്റിക്ക് സെർവ് ചെയ്താൽ ആ സർവീസ് സൊസൈറ്റിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻകം ജനറേറ്റ് ആവും. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള സ്കില്ലുണ്ട്, ഹൈ ഇൻകം സ്കില്ല്. അതൊരു ജോബ് ആവാം. ഒരു ജോബ് കിട്ടിയാലേ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. ബിസിനസ് ചെയ്താൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. കോണ്ടന്റ് ക്രിയേഷൻ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. അതിനെല്ലാം സ്കില്ല് ആവശ്യമുണ്ട്. ജോബിനാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം. അതുപോലെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ്, അതിൻ്റെ ഓപ്പറേഷൻ, അതിൻ്റെ കാര്യങ്ങളെല്ലാം സ്കില്ലെല്ലാം നമുക്ക് വേണം. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് വരണം, റെക്കോർഡ് ചെയ്യാൻ കഴിയണം, ക്യാമറ കോൺഫിഡൻസ് വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വേണം. ഈ സ്കില്ലെല്ലാം ഹൈ ഇൻകം സ്കില്ലാണ്. ഈ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഈ സെയിം ഫ്രെയിം വർക്കിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെയാണ് ആ സെയിം ഫ്രെയിം വർക്കിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക? അത് നമുക്ക് നോക്കി നോക്കാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ലേണിംഗ് എന്ന സ്കില്ലുണ്ടല്ലോ, ആ സ്കീം നമ്മൾ കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എടുക്കണം. ഇംഗ്ലീഷ് ലേണിംഗ് സ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം ഓർമ്മ വേണം ആ കാര്യത്തെ പറ്റിയിട്ട്, ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള കാര്യം. അപ്പോഴാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതും ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു എൻവയൺമെൻറ്റും നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്താലോ അല്ലെങ്കിൽ ഫോറത്തിൽ ജോയിൻ ചെയ്താലോ സെയിം ഇൻട്രസ്റ്റുള്ള സെയിം ആക്ടിവിറ്റി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും, ഒരു ടീം ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി നിരന്തരം ഓർമ്മാവും. അങ്ങനെ ഓർമ്മാവുമ്പോൾ റിപ്പീറ്റഡായിട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ജോയിൻ എ കമ്മ്യൂണിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ സ്ട്രാറ്റജി നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സിന് ചേരുക എന്ന് പറയുന്നത് വളരെയധികം എഫക്റ്റീവാണ്. നമ്മൾ ആ കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ നിരന്തരം ഓർമ്മാക്കും.